ഈ ചിത്രത്തിൽ ശ്രീനിവാസന്റെ കഥാപാത്രം പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ പേര്? എ ആയിഷ, ബി മൈമുന, സി സുഹറ. അറിയാം. മൈമുന. ആലോചിച്ച് പറഞ്ഞാൽ മതി, സമയമുണ്ട്, 20 സെക്കൻഡ്സ് ഉണ്ട്. മൈമുന. മൈമുന. ശരത്ത് പറഞ്ഞിരിക്കുന്ന മൈമുന ബി, ഓപ്ഷൻ ബി ആണ്. ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ച് മുറുക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ ശരത്തിന്റെ? ഏത് പാട്ടാണ്? പാട്ട് സാറിന്റെ ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹം. പിന്നെന്താ? കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിലി മയങ്ങുവാവോ ചാഞ്ചകം ചാഞ്ചകം പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൽ കുളിരിൽ മെല്ലെ നീ തഴുകുവാവോ ചാഞ്ചകം ചാഞ്ചകം ഇലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിലി മയങ്ങുവാവോ. സൂപ്പർ സൂപ്പർ. ഈ പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ശരിക്കും എന്റെ മോൾക്കാണ്. മോക്കാണ് അല്ലേ? 2 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ പ്രായത്തിനൊരു താരാട്ട് പാട്ട് പോലെ അല്ലേ? പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റില്ല. ഇന്നലെയും കൂടെ ഞാൻ പാടിക്കൊടുത്തപ്പം മോള് പറഞ്ഞു, അച്ഛാ സൂപ്പർ പാട്ട്. അപ്പൊ ഞാൻ അറിയാതെ സൂപ്പർ എന്നും പറഞ്ഞു. ഓപ്ഷൻ ബി മൈമുനയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മൈമുന. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് 2000 rupees again. അല്ല, അതാണല്ലോ അതിന്റെ ഒരു ഇത് അത് തന്നെ, അത്രേ ഉള്ളൂ. എനിക്ക് ശരത്തിനെ കണ്ടിട്ട് ഒരു പ്രണയത്തിന്റെ കഥ പറയാനുള്ള പോലെ എനിക്കൊരു തോന്നല്. ആണോ? ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആണോ? അത് തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ആ പ്രണയമാണ് അപ്പുറത്ത് റൂമിലിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരെ കൂടെ കൂട്ടി നമുക്ക് ആ പ്രണയം ഒന്ന് ആവിഷ്കരിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ പണ്ട് ഫാർമസി കോഴ്സ് പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിലെ ചേച്ചി എൻ്റെ കൂടെ പഠിച്ചതാ. അപ്പൊ ഞങ്ങളെ അവരുടെ വീട്ടിൽ പോവായിരുന്നു. അങ്ങനെയൊക്കെ പോയി കണ്ട് പരിചയപ്പെട്ടൊക്കെ ഇരുന്ന് അങ്ങനെ ആരും അറിയാതെ ഞങ്ങളൊന്ന് പ്രണയിച്ചു. ഓ അല്ല, എങ്ങനെയാണ്, ആരാണ് ആദ്യം ഈ പ്രണയം പറഞ്ഞത്? കാരണം പ്രണയം എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കടൽ പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ എങ്ങനെയാണ്, ആരാണ് ആദ്യം, നമ്മൾ ആരാണെന്നൊക്കെ പാട്ടുകളില്ലേ, ആദ്യം പറയും, ആരാണ് ആദ്യം പറഞ്ഞത് എനിക്കിഷ്ടമാണെന്ന്? ആയിരിക്കുന്ന ആളിന് പേരില്ലേ? ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയയുടെ നെറ്റിയിലെ ഞരമ്പുകളൊക്കെ പിടച്ചു തുടങ്ങിയ. കാരണം ഒരു നാണവും ആകപ്പാടെ. നക്ഷത്രം എന്താണ്? അശ്വതി. അശ്വതി. ലക്ഷ്മിയുടെ രോഹിണി. രോഹിണി. അശ്വതിയും രോഹിണി. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കല്പമേ. അപ്പൊ പറയൂ. രോഹിണി നക്ഷത്രമേ എൻ അഭിരാമ സങ്കല്പമേ. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞങ്ങള് പ്രണയവിവാഹമാണെന്നുള്ള കാര്യം പിന്നെ ഈ പരിപാടിയുടെ ആയിരിക്കും മിക്കവാറും എല്ലാവരും അറിയാൻ പോകുന്നത്. അപ്പൊ അമ്മയൊക്കെ ഇനി അറിയുന്നല്ലേ പ്രണയമാണെന്ന്? അല്ല, അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു. നാട്ടുകാർക്ക് ഒരു 90% ആൾക്കാർക്കും അറിയത്തില്ല. ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് നടപ്പിലാക്കിയ ഒരു കാര്യമായിരുന്നു ഞങ്ങളുടെ വിവാഹം. അപ്പുറത്തിരിക്കുന്ന ആരാണ്? അപ്പുറത്തിരിക്കുന്നത് പുള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് അനിയൻ മഹേഷ്. മഹേഷ്. റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ. അത് ശരി. പേരെന്താ? മനു. മനു. എന്ത് ചെയ്യുന്നു രണ്ടുപേരും? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു അടൂര്. അടൂര്. ഇപ്പോൾ PSCയുടെ കോച്ചിങ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കൊറോണ കൊണ്ട് ക്ലാസ് ഇല്ല. പുള്ളിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ആർക്ക്? മനുവിന്. നമ്മളെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് വിടണം കേട്ടോ. പറയാം, തീർച്ചയായിട്ടും പറയാം. അത് കൂടുതലും ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഔഷധ സസ്യങ്ങൾ. കേറിവാടാ മക്കളെയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം.
ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ ചന്ദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അന്യഭാഷാ നടി ആര്? എ. പൂജ ബത്ര, ബി. സുകന്യ, സി. ശില്പ ഷെട്ടി. സുകന്യ. ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത്. പൂജ ബത്രയല്ല, സുകന്യയാണല്ലേ? എനിക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ആ സിനിമയിലെ ഓരോ ഡയലോഗുകളാണ് ഓർമ്മ വരുന്നത്. ശരി, എന്താണ്? ഇപ്പം എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ശ്രീനിവാസൻ പറയത്തില്ലേ, ഇപ്പൊ പടച്ചോൻ പല രൂപത്തിൽ നമ്മുടെ അടുത്ത് വരും. പടച്ചോൻ ഇപ്പൊ നമ്മുടെ മുമ്പ് വന്നിരിക്കുന്നത് ഈ ചന്ദ്ര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രൂപത്തിലാണ്. പിന്നെ കോണ്ടസ ഉണ്ടല്ലോ, കോണ്ടസ. ഓ, എന്തായിരുന്നല്ലേ ആ കാലഘട്ടത്തിലുള്ള പടങ്ങളെന്നൊക്കെ പറയുമ്പോൾ. ചന്ദ്രലേഖ, വന്ദനം, സുകന്യ. ബി, ഓപ്ഷൻ ബി ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാനൊരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ ചോദിക്കണോ വൈഫിന്റെ അടുത്ത്? അവര് പിള്ളേരൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. ഒന്ന് വിളിക്കാൻ നോക്ക്. നിങ്ങൾക്കറിയാവോ ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ? കുസൃതി ചോദ്യമാണ്, നാറ്റിക്കരുത്. പറഞ്ഞോ, ചുമ്മാ പറഞ്ഞോ. 0 ആണോ? അല്ല, 10,000. 10,000 തന്നെ തോന്നുന്നു. നിങ്ങൾ പറയോ? ഇല്ലല്ലോ. ദേ വലിയ യൂട്യൂബുകാരൻ ഇരിക്കുന്നു, വലിയ എഞ്ചിനീയർ ഇരിക്കുന്നു. ഞാൻ പറയട്ടെ? പറഞ്ഞോ. ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ജനസംഖ്യ. അയ്യോ, ഇതൊക്കെ പഠിച്ചോണ്ട് വരണം. കാരണം ഈ പറയാം നേടാം പണം നേടാം എന്ന ഷോയിലെ മെയിൻ ഐറ്റമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. അതൊക്കെ കുറച്ച് നോക്കിക്കൊണ്ട് വരണം. സുകന്യ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് വൺ 2,000 rupees again. Thank you. അതാണല്ലോ അതിന്റെ ഒരു ഇത് അത്രേ.